Hello, good morning children. How are you? എല്ലാവർക്കും സുഖമല്ലേ? Well, be safe at home. Have you finished your homework given in the last class? ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ചെയ്തോ? വെരി ഗുഡ്, ചെയ്തു അല്ലേ? എനിക്കറിയാം നിങ്ങളെല്ലാം വളരെ മിടുക്കരാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തിൻ്റെ ആയിരുന്നു? വെരി ഗുഡ്, കുറേ മരങ്ങളുടെയൊക്കെയാണ് കണ്ടേ. അതെ, വീഡിയോ നേച്ചർ. നമ്മൾ നേച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വീഡിയോ അല്ലേ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഡു യു ലൈക്ക് സ്റ്റോറീസ്? നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അതെയോ? അപ്പോൾ ഇന്ന് നമുക്കൊരു കഥ പഠിച്ചാലോ? Shall we learn a story today? റെഡിയാണോ? അതെ അല്ലേ? So today we are going to learn a beautiful story written by the well-known Indian English writer Ruskin Bond. Here the picture of Ruskin Bond. He has written many novels, poems and short stories. നമ്മുടെ ഇന്നത്തെ ഈ കഥ എഴുതിയിരിക്കുന്നത് ഇന്ത്യക്കാരനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് റസ്കിൻ ബോണ്ട്. എന്താ? റസ്കിൻ ബോണ്ട്. അദ്ദേഹം ഒരുപാട് നോവലുകളും ചെറുകഥകളും കവിതകളും ഒക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. The name of our story is How Far is the River? I shall repeat again. The name of our story is How Far is the River? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, പുഴ എത്ര ദൂരെയാണ്, അല്ലെങ്കിൽ പുഴ നമ്മളിൽ നിന്നൊക്കെ എത്ര അകലെയാണ്. Shall we repeat again? പുഴ എത്ര ദൂരെയാണ്. How far is the river? പേര് കിട്ടിയോ? നിങ്ങൾക്ക് പേര് മനസ്സിലായോ? I'm sure that you are eagerly waiting for to hear the story. Let's start. റെഡിയാണോ? കഥ കേൾക്കാൻ റെഡിയാണോ? Okay. Before going to the story, let's watch some pictures. നമ്മുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കണ്ടാലോ? സോ വാച്ച് ഇറ്റ് കെയർഫുള്ളി. ശ്രദ്ധയോടെ നിങ്ങളത് കാണണം കേട്ടോ. നിങ്ങളിപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അതിൽ നിന്ന് 2 വാക്കുകൾ പഠിച്ചാലോ? വാക്കുകൾ ഏതാണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്ന് പഠിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വേർഡ് ഈസ് റിവർ. എന്താ? എന്ത് വേർഡാണ് പറഞ്ഞത്? I shall repeat. The first word is river. I spell the word R-I-V-E-R. ടീച്ചർ ഒന്നുകൂടെ പറയട്ടെ സ്പെല്ലിങ്, ശ്രദ്ധയോടെ കേൾക്കണേ. R-I-V-E-R. റിവർ. കിട്ടിയോ? കിട്ടിയോ? ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ടീച്ചർ പറഞ്ഞു തരാം, അതിനൊപ്പം നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ദ വേർഡ് ഈസ് റിവർ. നമ്മുടെ വാക്ക് ഏതാ? റിവർ. സ്പെല്ലിങ് പറയട്ടെ. ആർ, ഉറക്കെ പറഞ്ഞേ. യെസ്, R-I-V-E-R. റിവർ. കുറച്ചുകൂടെ ഉറക്കെ.
റിവർ. ഒന്നുകൂടെ സ്പെല്ലിംഗ് പറയാം, ടീച്ചറിന്റെ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങൾ പറയണം കേട്ടോ. The word is river. Spelling R I V E R. River. കിട്ടിയോ? വാക്ക് മനസ്സിലായോ? റിവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാട്ട്സ് ദ മീനിങ് ഓഫ് റിവർ? എന്താണെന്നറിയോ? അതിന്റെ അർത്ഥമാണ് പുഴ. എന്താ? വെരി ഗുഡ്, പുഴ. അപ്പൊ ഒന്നാമത്തെ വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി രണ്ടാമത്തെ വാക്ക്. The word is mountain. കേട്ടോ? The word is mountain. I spell the word M-O-U-N-T-A-I-N. mountain. ടീച്ചർ പറയുന്നേ നിങ്ങൾ പറയുമോ? ഓരോന്ന് പറഞ്ഞു തരാം, ടീച്ചറിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയണേ. ഓക്കെ, റെഡി? എം, കുറച്ചും കൂടെ സൗണ്ടിൽ പറഞ്ഞു. എം ഓ യു എൻ ടി എ ഐ എൻ. എന്താ വാക്കെന്താ? ദ വേർഡ് ഈസ് mountain. ഒരൊക്കെ പറഞ്ഞേ, mountain. What's the meaning of mountain? ഈ mountain എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? സാരില്ല, ടീച്ചർ പറഞ്ഞില്ല. The meaning of mountain is എന്താണെന്നറിയാമോ? പർവ്വതം. എന്താ? പർവ്വതം അല്ലെങ്കിൽ മല എന്ന് പറയും. അപ്പോൾ നമ്മൾ രണ്ട് വാക്കാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ? ഒന്നാമത്തെ വാക്ക് ഏതായിരുന്നു? ഏതാ? വെരി ഗുഡ്, റിവർ. ഒന്നുകൂടെ സ്പെല്ലിംഗ് പറയാമോ? R-I-V-E-R. റിവർ. ഗുഡ്. രണ്ടാമത്തെ വാക്ക് ഏതായിരുന്നു? The second word is very good, mountain. I spell the word M-O-U-N-T-A-I-N. mountain. ഇപ്പൊ ഇന്ന് നമ്മൾ രണ്ട് വാക്ക് പഠിച്ചു. ഈ രണ്ട് വാക്ക് ഓർമ്മയുണ്ടോ? അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോൾ ഈ രണ്ട് വാക്ക് പറഞ്ഞു തരണം കേട്ടോ. വെരി ഗുഡ്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒന്ന് നോക്കിക്കേ, എന്താ കാണുന്നത്? യെസ്, എ ബോയ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ഹു ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഹിൽ? ആ മലയുടെ അടുത്ത് ആരാ നിൽക്കുന്നത്? Yes, the boy is standing near the hill. ആ മലയുടെ അടുത്ത് ആരാ നിൽക്കുന്നത്? ആൺകുട്ടി. He is very young. നിങ്ങളെ പോലെ ചെറുപ്പക്കാരനായ ഒരു ആൺകുട്ടി അല്ലേ? Why does he stand there? അവൻ എന്തിനായിരിക്കും അവിടെ നിൽക്കുന്നത്? Can you say? നിങ്ങൾക്ക് പറയാൻ കഴിയോ? അറിയില്ലല്ലേ? Okay, let's watch the video. Watch it carefully. How far is the river? The boy in the story had set his heart on going to the river on the other side of the mountain. Did he get there? Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there, where it was, and what it looked like. He had never seen the river with his own eyes.
but from the villagers he had heard of the fish in its waters, of its rocks and currents and waterfalls, and it only remained for him to touch the water and know it personally. What was his dream? അവന്റെ സ്വപ്നം എന്തായിരുന്നു? എന്താണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായോ? എന്തായിരുന്നു? യെസ്, he wants to see the river. അവൻ ആ പുഴ കാണണം അല്ലേ? അതായിരുന്നു അവന്റെ ഡ്രീം. ഓക്കെ, from where did he hear about the river? അവൻ ആ പുഴയെക്കുറിച്ച് കേട്ടത് എവിടെ നിന്നായിരിക്കും? അറിയാമോ? ഓക്കെ, ടീച്ചർ പറഞ്ഞത് from the villagers he had heard about the river. അവൻ ആ പുഴയെക്കുറിച്ച് കേട്ടത് അവൻ്റെ ഗ്രാമത്തിലുള്ള ആളുകളിൽ നിന്നാണ്. The fish in its waters and the rocks. ആ പുഴയിലെ ചെറിയ മീനുകളെക്കുറിച്ചും നല്ല മിനുസമുള്ള പാറക്കല്ലുകളെക്കുറിച്ചും ഒക്കെ അവൻ അവിടെ നിന്ന് കേട്ടിരുന്നു അല്ലേ? ബട്ട് there was a problem. എന്തായിരിക്കും ആ പ്രോബ്ലം? എന്തായിരിക്കും ആ പ്രശ്നം? Can you say? He can't see the river. അവന് ആ പുഴ കാണാൻ കഴിയുന്നില്ല. Why? എന്തുകൊണ്ടായിരിക്കും അവൻ ആ പുഴ കാണാൻ കഴിയാത്തത്? Yes, the mountain hits the river. Look at the picture. The mountain hits the river. ആ മല ആ പുഴയെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന് പുഴ കാണാൻ കഴിയാത്തത്. He can't see the river because the mountain hits the river. കാര്യം മനസ്സിലായോ? ആ മൗണ്ടൻ, ആ പർവ്വതം ആ പുഴയെ മറച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൻ ആ പുഴ കാണാൻ കഴിയാത്തത്. നിങ്ങൾക്ക് റീസൺ മനസ്സിലായോ? അവൻ നേരിടുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായോ? He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he felt free in his bare feet. He liked the feel of palm stones and cool grass. The boy in the story was about 12 years old, a sturdy boy with untidy black hair and shining black eyes. നമ്മുടെ ഈ കഥയിലെ ആൺകുട്ടിക്ക് 12 വയസ്സ് പ്രായമുണ്ട്. വളരെ ഊർജ്ജസ്വലതയുള്ള ഒരാൺകുട്ടി. അവൻ്റെ തലമുടി നല്ല കറുത്തതാണ്. അപ്പം നല്ല തിളങ്ങുന്ന കണ്ണുകളുള്ളവനാണ് നമ്മുടെ ഈ കഥയിലെ ആൺകുട്ടി. അവന് കുറേ ഫൈൻ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താന്ന് പറഞ്ഞു തരട്ടെ? അവൻ്റെ കൈകളും കാലുകളും ഒക്കെ വളരെ പരുക്കമാണ്, റഫ് ആൻഡ് സ്ക്രാച്ച്. അവിടെ ഇവിടെ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഹി വാസ് barefooted. അവൻ കാലിൽ ചെരുപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അതിനും കാരണമുണ്ടാവും അല്ലേ? Why did the boy like to walk barefooted? ചെരുപ്പില്ലാതെ നടക്കുവാൻ അവൻ ഇഷ്ടമായിരുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും? Yes, he liked the feel of warm stones and cool grass. അവന് ചെരുപ്പില്ലാതെ ആ ഉരുണ്ട മിനുസമുള്ള കല്ലുകളിൽ കൂടെയും നല്ല പച്ച പുല്ലിൽ കൂടെയും ഒക്കെ നടക്കാൻ അവന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൻ എങ്ങനെ നടന്നുകൊണ്ടിരുന്നത്? barefoot, ചെരുപ്പ് ഇടാതെ. നിങ്ങൾക്ക് മനസ്സിലായോ? Do you like to walk barefooted?
നിങ്ങൾക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ നടന്നിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ നടന്നിട്ടുണ്ടല്ലേ. അങ്ങനെ നടക്കാത്തവരൊക്കെ ഒന്ന് നടന്നു നോക്കണം കേട്ടോ. എന്താ ഫീൽ ഉണ്ടാവുക എന്നറിയാലോ. There are few unfamiliar words here. നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറച്ച് വാക്കുകൾ ഇവിടെയുണ്ട്. അതിൽ 1-2 വാക്കുകളുടെ മീനിങ്, അർത്ഥം മാത്രം നമുക്കൊന്ന് പഠിച്ചാലോ? റെഡിയാണോ? യെസ്. And the first word is gazed. ഒന്നുകൂടെ പറയട്ടെ, gazed. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുറിച്ചു നോക്കുക. നമ്മുടെ ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്, he gazed across the valley. അവൻ ആ താഴ്വരയിലേക്ക് തുറിച്ചു നോക്കി. ഡ്രീമിങ് ഓഫ് ദ റിവർ. ആ പുഴയെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ ആ താഴ്വരയിലേക്ക് തുറിച്ച് നോക്കി. ഗേസ്ഡ്, തുറിച്ച് നോക്കുക. മനസ്സിലായോ? യെസ്. ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഈസ് barefooted. ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. barefooted എന്ന് പറഞ്ഞാൽ കാലിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ആണ്. കാലിൽ ചെരുപ്പില്ലാതെ നടക്കുക. നമ്മുടെ ഈ കഥയിലെ ആൺകുട്ടി barefooted ആയിരുന്നു. അതിൻ്റെ റീസൺ, അവൻ എന്താണ് അങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Don't you want to know the rest of the story? ഈ കഥയുടെ ബാക്കി നിങ്ങൾക്കറിയണ്ടേ? What would happen then? പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കാം? ആകാംക്ഷ നിറഞ്ഞിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്ന പോലെ ഇന്ന് നമുക്ക് വർക്ക്ഷീറ്റ് ഉണ്ട്. അപ്പോൾ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആക്കുക. ചെയ്യൂലോ അല്ലേ? ലെറ്റ്സ് സീ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറിയാം. Children, take care children. Bye.